സാന ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വൈകിട്ടത്തെ ചായയുടെ ഒരു കടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ്. എന്നാണ്ട് ഇത് ശകലം മുളക് പൊടി, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ശകലം കറി മസാല, അതെല്ലാം കൂടെ വെച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കി വെച്ചേക്കണം. ഇത് നോക്കിക്കണം, ചക്കയല്ല, ചക്കയുടെ കുരു, അതായത് ചക്കക്കുരു. ഞങ്ങളിവിടെ നാട്ടിലൊക്കെ ചക്കക്കുരു എന്ന് പറയുന്ന, നിങ്ങളവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിന് കമൻറ്റ് ഇടണം. അന്നേരം ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുള്ള സാധനമാണ്. പക്ഷേ ഈ എണ്ണ ചേർത്തുണ്ടാക്കുന്നുണ്ട്, അതിൻ്റേതായ പ്രശ്നം എന്നാലും വലുതായിട്ടുണ്ടതില്ല. എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവിടെ ചക്കക്കുരുവും ചക്കയൊക്കെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അന്നേരം ഞാൻ ഇതൊരു ദിവസം ഇതിങ്ങനെ നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ എടുത്ത് നിങ്ങളേക്കും കൂടെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇത്. പക്ഷെ ഇത് സാധാ ചക്കക്കുരു, ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് ആദ്യം ഗ്യാസ് കത്തിക്കാം. ചൂടായി. ഓക്കെ, എണ്ണ വെച്ച് ചൂടായി വരട്ടെ. ചൂടായി ഇത് ഇച്ചിരി ഇങ്ങനെ ഈ ഫോണും പിടിച്ചേ മെല്ലെ മെല്ലെ ഇടാവും കേട്ടോ. വലുതായിട്ടങ്ങ് ഇതാക്കിയിട്ടാൽ നമ്മളെ കണ്ണിലോട്ട് ഈ എണ്ണ വന്ന് തെറിച്ച് വീഴും. അതുകൊണ്ട് മെല്ലെ മെല്ലെ ഇടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ താമസം മെല്ലെ മെല്ലെ ഇടുന്നത് കേട്ടോ. മെല്ലെ മെല്ലെ എന്നിട്ടപ്പോൾ എനിക്ക് ഒരു പാട്ട് ഓർമ്മ വന്നു, പാടിക്കോട്ടെ. എനിക്കങ്ങനെ പാട്ടുകാരിയൊന്നും അല്ല, പറഞ്ഞില്ലേ. പക്ഷേ പാട്ടുകാരിയല്ല, അല്ലാതെ ഞാൻ പാട്ടും പഠിച്ചിട്ടില്ല. ചുമ്മാ ഒന്ന് ഒരു രസം അങ്ങനെ ഒന്ന് മൂളുന്നത്. മെല്ലെ മെല്ലെ മുഖപ്പടം തെല്ലൊതുക്കി, അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി, ഒരു കുടഞ്ഞ മാരിയിൽ കുളിരു കോരി, നെറുകയിൽ അരുമയായി കുടഞ്ഞ താരയിൽ, മെല്ലെ മെല്ലെ മുഖപ്പടം തെല്ലൊതുക്കി, അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി, ഒരു കുടഞ്ഞ മാരിയിൽ കുളിരു കോരി, നെറുകയിൽ അരുമയായി കുടഞ്ഞ താരേ. ദേ ചെറുതായിട്ട് നമ്മൾ ഇച്ചിരി തീ കുറച്ച് കൊടുക്കണം. ഇച്ചിരി ഒന്ന് ഇതായി വരുമ്പോൾ തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ എന്താ ഇച്ചിരി ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചോണം വളരെ. ഒരു മീനിൻ്റെ ഞുറുങ്ങു വെട്ടം, ഒരു മീനിൻ്റെ ഞുറുങ്ങു വെട്ടം. ഓ, അതെ ശരി, ഇതാവുന്നു കേട്ടോ, ഫ്രൈ ആയി വരുന്നുണ്ട്. ഇച്ചിരി ശ്രദ്ധ മാറി കേട്ടോ, പാട്ടിലോട്ടായിപ്പോയി. ഇച്ചിരി ഇളക്കി നമ്മൾ മിക്സ് ചെയ്ത് ഇച്ചിരി ഇളക്കി കൊടുക്കുന്നില്ല. നമ്മൾ ചക്കവറ്റൽ ഇച്ചിരി ഇളക്കി, ചക്കവറ്റൽ ഉണ്ടാക്കുമ്പം ഇളക്കി ഇതാക്കത്തില്ലേ,
ഈ ഫോൺ പിടിച്ചു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ, സോറി, അതിൻ്റെ ഒരു ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്. നല്ല നല്ല അടിപൊളിയാണ്, ഹെൽത്തിയായ ഫുഡല്ലേ ഇത്. പ്രത്യേകിച്ച് വൈകുന്നേരം നമ്മളെ മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴും വീട്ടിലുണ്ടെങ്കിലും നമുക്ക് ചക്കയെന്ന് പറയുന്നത് എന്തായാലും എല്ലാവരെയും വീട്ടിൽ കാണുമല്ലോ. അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടാണ് സംഭവം, ശരിയാ. പക്ഷേ എന്നാലും എൻ്റെ കുഞ്ഞുങ്ങൾ ഈ ചക്ക കുരുവും ചക്കയൊക്കെ കഴിക്കാൻ പാടാം. അപ്പോൾ ഇങ്ങനത്തുള്ള ഉണ്ടാക്കി കൊടുത്തപ്പം അത് കഴിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാലും ചക്കക്കുരുവൊക്കെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ അങ്ങനെ കഴിക്കാറില്ല. ഇനി നമുക്കൊരു ബോളിലോട്ട് മാറ്റാം. ഞാൻ എല്ലാം ഈ സ്പൂൺ വെച്ച് തന്നെ അങ്ങ് ചെയ്യും കേട്ടോ. ഒരുപാട് ലെന്തായെന്ന് തോന്നിട്ടോ. ഓക്കെ, ഓക്കെ. ലൈറ്റ് ഇട്ടില്ല ഇന്ന് എടുത്തട്ടോ. കണ്ടേ കണ്ടേ എന്താ, ഓടിച്ച് കാണിച്ചു തരാം വേണമെങ്കിൽ. എന്താ, നല്ല അടിപൊളി ടേസ്റ്റിയാണ്. കണ്ടേ, നല്ല കുറുകുറായിരിക്കുന്നു. ചക്കവറ്റലാന്നേ പറയത്തുള്ളൂ, കുറച്ച് ചക്കവരയുള്ളൂ. അപ്പം നല്ല ചൂട് ചായയും ചക്കവറ്റലും നല്ല ചക്കവറ്റൽ കണക്കുള്ള ചക്കക്കുരു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളെ കമൻറ്റ് ഇടണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും. ബായ്. ദേ പോയി ദാ വന്നു.